എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയകുമാർ എന്നാണ്. പുതൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങളുടെ ക്യാമ്പ് സംഘടിപ്പിച്ച ചർച്ചിൻ്റെ കോർഡിനേറ്റർ പിന്നെ ബിനു സാറും മറ്റും ഇങ്ങനൊരു ക്ലാസ് ലഹരിക്കെതിരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനൊരു ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന്. അപ്പം ലഹരിക്ക് എതിരെയുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെ എത്രയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്? എത്രാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെ ഉള്ളവരുണ്ട്? 5. ഓക്കെ. അപ്പോൾ നമ്മൾ ലഹരിക്ക് എതിരെ പോലീസ് ഒരുപാട് കേസുകൾ പിടിക്കും. നിങ്ങൾ പേപ്പറുകൾ വായിക്കും എന്നുണ്ട്. സ്കൂളിൽ നിന്ന് ലഹരി പിടിച്ചു, മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ലഹരി പിടിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും ലഹരിക്കെതിരെയുള്ളൊരു ബോധവൽക്കരണം ആണ് ഇവിടെ സാറ് പറഞ്ഞത്. ബോധവൽക്കരണം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? നമ്മൾ എവിടുന്ന്? വീടുകളിൽ നിന്ന് തുടങ്ങണം. അപ്പം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് എന്നും വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാറുണ്ടോ? എല്ലാവരും ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നവരിന്ന് കൈ പൊക്കിക്കുക. എത്ര പേരുണ്ടെന്ന്? അപ്പം നമ്മളൊരു ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും ഓക്കെ താത്തിട്ടോ. അപ്പോൾ ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് ചെറിയ കുട്ടികൾ, നിങ്ങൾ ചെറിയ LKG തൊട്ടുള്ള കുട്ടികളുണ്ട്, LKG 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ സഹപ്രവർത്തകർ എങ്ങനെയായിരിക്കും? കൂട്ടുകാർ എന്തൊക്കെ പറയുന്നു? ആരെങ്കിലും മുട്ടായി തരുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മളുടെ ഇത് ചെയ്യുന്നുണ്ടോ? ക്ലാസ്സിൽ അധ്യാപകർ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആരുമായിട്ട് ഷെയർ ചെയ്യണം? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ആരോട് ഷെയർ ചെയ്യണം? അങ്ങനെ അതാണ് നമ്മൾ അത് നമ്മളുടെ എന്താണ്, അതൊരു ലഹരിയാണ്. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് ശരിക്കും ലഹരി. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതാണ് ലഹരി, അല്ലെങ്കിൽ സ്പോർട്സാണ് ലഹരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഹരി. അല്ലാതെ മറ്റുള്ള നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ അച്ഛനും അമ്മയും ആരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടോ? അച്ഛന്മാരാരെങ്കിലും മദ്യപിക്കുന്നവരുണ്ടോ? കൈ പൊക്കിക്കേ. അച്ഛന്മാർ ഉണ്ട്, കണ്ടോ? അപ്പോൾ അതാണ്. അപ്പോൾ അവർ രാത്രി എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മൾ രാത്രി വന്ന് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന എത്ര പേരുണ്ട്? വീട്ടിൽ അച്ഛൻ വന്നിട്ട് എത്ര പേരുണ്ട്? കണ്ടോ? ചിലരൊക്കെ പോക്കുന്നുണ്ട്. അപ്പം ഇത് മിക്ക വീടുകളിലും ഉണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കാര്യങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് രാവിലെയാണ്. രാത്രി നമ്മൾ ഇതുപോലെ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കളോ ഏട്ടനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ വന്ന് മദ്യപിച്ച് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും രാത്രി ആ സമയത്ത് അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യരുത്. അത് കൂടുതൽ വയലൻസ് കൂട്ടത്തേ ഉള്ളൂ. പിറ്റേന്ന് രാവിലെ നമ്മൾ അച്ഛൻ്റെ അടുത്ത് നേരിട്ട് തന്നെ ചോദിക്കുക. അപ്പോൾ ആൾ മദ്യപിച്ചിട്ടൊന്നുമില്ല, നോർമലായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുക. അതുകൂടാതെ ഇങ്ങനെയുള്ള വീടുകളിൽ നിന്ന് നമുക്കിത് എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പാസ്റ്ററിൻ്റെ അടുത്തോ മറ്റുള്ള നമുക്ക് പറയേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെടുത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവതരിപ്പിക്കുക. അതാണ് അതിൻ്റെ സമാധാനപരമായ മാർഗ്ഗം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസിലേക്ക് പോവുക. നമ്മൾ രാത്രി തന്നെ സംസാരിക്കുമ്പം ആൾ വീണ്ടും പോയി മദ്യപിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ മദ്യപാനമാണെങ്കിൽ മറ്റു ലഹരിയാണെങ്കിൽ അത് കൂട്ടത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായില്ല. ഈ വീട്ടിൽ നടക്കുന്നതായാലും നാട്ടിൽ നടക്കുന്നതായാലും നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ ആരോട് പറയും? വീട്ടിൽ വന്നാൽ ആരോട് പറയും? അമ്മയോടും അച്ഛനോടും പറയണം. അപ്പോൾ അതാണ് നമ്മളുടെ 2 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുവർത്തിച്ചാൽ തന്നെ. ഒന്ന്, കള്ളം പറയരുത്. ഒരു കാരണവശാലും ഒരു കാര്യത്തിനും കള്ളം പറയരുത്. എന്ത് ചെയ്യരുത്? ഒരു കാര്യത്തിനും കള്ളം പറയരുത്. ഒരു കാര്യത്തിൽ എന്ത് ചെറിയ ഒരു പെൻസിലാണെങ്കിൽ പോലും ഒരാളുടെ എടുത്താൽ എന്ത് ചെയ്യണം? നമ്മൾ എടുത്തെന്ന് പറയണം. കള്ളം പറയരുത്. രണ്ടാമത്തെ കാര്യം, അന്യൻ്റെ മുതലെടുക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ വളർത്തിയെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇത് രണ്ടും നമ്മുടെ സഹപ്രവർത്തനം. ഇപ്പം ഒരാളുടെ അവൻ്റെ ഒരു നല്ല പേന കണ്ടു, ആ പേന എടുത്തു, ഞാൻ എടുക്കുന്നതിന് അല്ലെ പേന എനിക്കിഷ്ടമാണ്, അങ്ങനെ നമ്മൾ പറയുക. അല്ല വീട്ടിൽ വന്ന് പറയുക, എൻ്റെ പേന നമുക്ക് ഇഷ്ടമാണ്, അങ്ങനെയുള്ള. അപ്പോൾ അത് നമ്മളുടെ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ തുടക്കം നമ്മുടെ ഇവിടെ നിന്നാണ്. വീടുകളിൽ നിന്നും ചെറിയ ക്ലാസ്സുകളിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ എന്ത് കാര്യവും നിങ്ങൾ വീട്ടിൽ വന്ന് അച്ഛനമ്മമാരോടുകൂടി ഷെയർ ചെയ്യുക. എല്ലാ കാര്യങ്ങളും, ചെറിയ കാര്യങ്ങളും. അപ്പം തന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്, എവിടെ നിന്നാണ് ലഹരി വരുന്നത്. ലഹരി വരുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളൊരു ആരെങ്കിലും മുട്ടായി കഴിക്കുന്നുണ്ടെങ്കിലോ
അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മുട്ടായി തന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ഒരു മുട്ടായി തന്നു, നമ്മൾ വീട്ടിൽ പറയില്ല. അല്ല, എൻ്റെ കൂടെ വന്ന മൂത്ത ചേട്ടൻ ഒരാൾ സിഗരറ്റ് വലിച്ചു, അപ്പോൾ എനിക്കൊന്ന് ചെറുതായിട്ട് വലിക്കാൻ തന്നു, അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ആരുടെ അടുത്ത് പറയുക? നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പറയുക. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഇവിടെയുള്ള കുറച്ച് അച്ഛനമ്മമാരുണ്ട്, അവർക്കും കടമകളുണ്ട്. അവർ ഇവരുടെ ബാഗുകളും അല്ലെങ്കിൽ പുസ്തകങ്ങൾ നിരന്തരമായിട്ട് പരിശോധിക്കുക. ഇങ്ങനെ സംസാരിക്കാത്തവരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. ചില കുട്ടികൾ സംസാരിക്കുക, എന്താണ് സംസാരിക്കാത്തത് ഇന്ന് വന്ന് കാര്യങ്ങളൊന്നും പറയാത്തത് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് നിങ്ങളും കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ലഹരിയെ തുരത്താൻ കഴിയത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാഫിക് അവയർനെസ് പോലെ, ട്രാഫിക് ബോധവൽക്കരണം പോലെ തന്നെയാണ് ലഹരിയും. നമുക്ക് ബോധവൽക്കരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഇതെന്ന് പറഞ്ഞ ഒരു തരം, പണ്ടൊക്കെ നമ്മൾ പഴയ കാലഘട്ടത്തിൽ കള്ള് അല്ലെങ്കിൽ മദ്യം മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് കഞ്ചാവും രാസലഹരി ഉപയോഗിക്കുന്നതിലേക്ക് കാലം മാറിക്കഴിഞ്ഞു. കാരണം നമ്മളുടെ കുട്ടികൾ തന്നെ നമ്മളെ പറ്റിച്ചു തുടങ്ങി. കാരണം അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ എന്തെന്ന് യൂട്യൂബ് ടെക്നിക്കൽസ് കുട്ടികൾക്ക് കിട്ടുകയാണ്, യൂട്യൂബും. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗം നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക. മൊബൈലിൻ്റെ ഉപയോഗം അതൊരു പരിധി വരെ ഇതിലേക്ക് വരെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പം അംഗൻവാടി LKG കുട്ടി മൊബൈൽ കണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ആദ്യം ആവശ്യമുള്ള, പണ്ടൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ TV കാണുന്നതൊക്കെ മിതമായ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ദൂരദർശനിലൊക്കെ ഉള്ള പഴയ കാലഘട്ടത്തിൽ അതും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്ന ഒരു ഇതിൽ ഏത് ചാനലും സുഗമമായിട്ട് ലോകത്തുള്ള ഏത് വിഷയവും ലൈവായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ സമൂഹം മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കള്ളം പറയാതിരിക്കുക, സ്കൂളുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുമായി ഷെയർ ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അന്യൻ്റെ ആരുടെ ഒരു വസ്തു മുതലുകൾ എടുക്കാതിരിക്കുക. ഇതാണ് നമ്മൾക്ക് ശരിക്കും ലഹരിയുടെ തുടക്കത്തിൽ നിന്ന് നമുക്ക് ഉയർത്താൻ, നമുക്ക് ചെറുതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ. രക്ഷകർത്താക്കളും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ ഒരാളിനെ ഒരിക്കലും ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാൻ, അതിന് വേറെ പല മെഡിറ്റേഷൻസോ ബോധവൽക്കരണമോ വേറെ പല കാര്യങ്ങളാണ്. അപ്പം ഇത് വരാതിരിക്കാൻ തന്നെ നമ്മളുടെ കുട്ടികൾക്കാർക്കും ഇതൊരു ഇങ്ങനെ ജീവിതമാണ് ലഹരി. നിങ്ങൾ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, നിങ്ങൾ സ്പോർട്സിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണ്ടൊക്കെ പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോവുക പള്ളിയിൽ. ഇത്തരം വിശ്വാസങ്ങൾ ഹൃദയത്തിലും നെഞ്ചിലും ചേക്കേറുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മളെ ലഹരിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് തുരത്താൻ കഴിയത്തുള്ളൂ ഈ സമൂഹത്തിൽ നിന്ന്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം. സമൂഹത്തിന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ നിന്നും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന അധ്യാപകർ പറയുന്ന പോലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയുക, കാര്യങ്ങൾ ഇത് ചെയ്യുക. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. ചിലപ്പോൾ അധ്യാപകർ ചിലപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്നെ സാർ ഇന്ന് തല്ലിയ കാര്യം മാത്രം നമ്മൾ പറയില്ല, അല്ലെങ്കിൽ അതും പറയണം നമ്മുടെ അമ്മയോടും അച്ഛനോടും. എന്തുകൊണ്ടാണ്? ഞാൻ പഠിക്കാത്തതുകൊണ്ടാണോ? ചോദിച്ചപ്പോൾ ഉത്തരം പറയാത്തതുകൊണ്ടാണോ? ഫ്രണ്ടിലിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല, ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര് അവർ എന്താ പറഞ്ഞു മനസ്സിലായില്ലേ? അവർക്ക് വെള്ളം കുടിക്കണം, വെള്ളം വേണമെന്ന് തോന്നുന്നു അല്ലേ? വെള്ളം എന്താ കൊണ്ടോ അവന്? വെള്ളം അനിയന് വെള്ളം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വലിയ കാര്യങ്ങൾ രാസലഹരിയെക്കുറിച്ചോ വലിയ അതാണ് ഇതാണെന്ന് അങ്ങനെയൊന്നും, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, നിങ്ങളോട് അങ്ങനെയുള്ള ബോധവൽക്കരണത്തിൻ്റെ കാര്യമില്ല. ചെറിയ കുരുന്നുകളായ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയുക, അടുക്കും ചിട്ടയോടുകൂടി ജീവിക്കുക, പ്രാർത്ഥന മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായ മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുവർത്തിക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങളെ ഈ ക്ലാപ്പ് ചെയ്ത് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ക്ലാപ്പ് ചെയ്തത് തന്നെ കണ്ടില്ലേ, സ്വീകരിച്ചത് തന്നെ, അത് തന്നെ ഇവിടെ തരുന്നത് തന്നെ നിങ്ങൾക്കൊരു എനർജിയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ജീവിതത്തിലുടനീളം ആ എനർജി കൊണ്ടുപോവുക. അതാണ് നമുക്ക് ഇതിൻ്റെ ഈ ലഹരിയുടെ ഭാഗമായിട്ട് ഈ ചെറിയ കൂട്ടുകാരായ കുട്ടികളോടും രക്ഷകർത്താക്കളോടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലഡ്ജുണ്ട്, അത് നമുക്കെല്ലാവർക്കും കൂടെ ഇവിടുത്തെ സാറ് തന്നെ നമുക്ക് ഒരുമിച്ച് നമുക്കിനി ഈ ഒരു പ്രതിജ്ഞ എടുക്കുക. ഇനി അങ്ങോട്ട് വരുന്ന ഒരു മാറ്റം നമ്മളുടെ ഇതാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ നിങ്ങൾ പേപ്പറുകൾ വായിക്കുക, ന്യൂസുകൾ കാണുക, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കാണുക. അതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ഇങ്ങനെ ഇത് തരുന്ന ഇത് കാണുക. നെഗറ്റീവ് എനർജികളുള്ളത് രക്ഷകർത്താക്കളും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരിക്കുകയും അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഏജ് ഉണ്ട്, അത് കഴിഞ്ഞ് കാണാൻ അനുവദിക്കുകയും ചെയ്യുക. സർക്കാർ എല്ലാ കാര്യങ്ങളിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. യൂട്യൂബിലായാലും എന്തായാലും കുട്ടികൾക്ക് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ മറ്റധികാരികളോട് ചോദിച്ച് എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഈ പ്രതിജ്ഞ എടുത്തിട്ട് അവസാനിപ്പിക്കാം എല്ലാ കാര്യങ്ങളും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
പ്രിയ ജയകുമാർ സാർ പല കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാതാപിതാക്കളോട് നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കുറിച്ച് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. കള്ളം പറയരുത്. മറ്റുള്ളവരുടേതൊന്നും നമ്മൾ എടുക്കരുത്. അച്ഛനമ്മമാരോട് തുറന്ന് സംസാരിക്കുക. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാ ദിവസവും അവരുടെ പൾസ് നമ്മൾ അറിയുന്നവരായി തീരണം. ഇത്രയും കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി ചുരുക്കം ചില വാക്കുകളിൽ പ്രിയ സാറ് നല്ലൊരു സന്ദേശം പറഞ്ഞു. പ്രിയ സാറിന് നമ്മുടെ ഒരു പവർ അനുസരിച്ച് ഒരു ക്ലാപ്പ് കൊടുത്താട്ടെ. ഇനി നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു പ്രതിജ്ഞ എടുക്കാൻ പോകുകയാണ്. ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എങ്ങനെ ക്ലാസ്സിൽ സ്കൂളിലൊക്കെ നമ്മൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ പ്ലഡ്ജ് ചെയ്യുന്ന നേരത്തെ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? അതിനുവേണ്ടി എന്നാലാകും വിധം പരിശ്രമിക്കുകയും എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും ഇതിന് അടിമകളാകാതിരിപ്പാൻ എന്നാലാകും വിധം പ്രവർത്തിക്കുമെന്നും ഞാൻ ഇന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ജയ് ഹിന്ദ്.